എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൈതൃകത്തിലേക്ക് സ്വാഗതം. ദലിഗരി സരി ഗമ 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 ഗരി സ താങ്കട താതരിക്കട താങ്കട താതരിക്കട ജെന്നു ജെന്നു തക്ക് ജെന്നു ബിത്ത് ജെന്നു തക്ക് തക്ക് ദിമി ദിമി തക്ക് ജെന്നു തക്ക് തക്ക് ദിമി ദിമി തക്ക് ജെന്നു തക്ക് തക്ക് ജെന്നു തക്ക് ജെന്നു തക്ക് 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 ജെന്നു തക്ക് തരിക്കട ദോം തക്ക് തരിക്കട ദോം തക്ക് തരിക്കട ദോം. ഒരു കാലത്ത് ഏറെ സജീവമായിരുന്ന എന്നാൽ ഇന്ന് വിരളമായി കൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമാണ് നാം ഇന്ന് പൈതൃകത്തിലൂടെ ആസ്വദിക്കാൻ പോകുന്നത്. പാട്ടിനും ആഖ്യാനത്തിനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള കഥാപ്രസംഗം എന്ന ഈ കലാരൂപത്തിലൂടെ വിശുദ്ധനായ ഫാദർ ഡാമിയന്റെ ജീവിതകഥയാണ് അനാവരണം ചെയ്യപ്പെടുന്നത്. നമസ്കാരം. അന്തിരാഗത്തിൻ തുടിപ്പിൽ ഒന്നും ഇന്ദ്രനീലപ്പുൽ പരപ്പിൽ ഏകനായി സൗമ്യനായി നിൽക്കും വീരപുരുഷനെ ഒന്നു കാണുക. ശാന്തഗംഭീര വദനം, തലയിലൊരു തൊപ്പി, കറുപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള കുപ്പായം, മുഖകാന്തിയെ കൂടുതൽ പ്രൗഢമാക്കുമാറ് അവിടെയും ഇവിടെയും നരച്ച താടി. ആരാണയാൾ? ലോകപ്രശസ്തനായി മാറിയ ആ വൈദികന്റെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. എന്റെ കഥയുടെ പേര് കനിവിൻ കേദാരം. ആരീരം രാരീരം രാരോ, ആരീരം രാരീരം രാരോ, ഓമന തിങ്കളുറങ്ങ് കണ്ണും കൂട്ടിയുറങ്ങ്. അമ്മയുടെ മുത്തല്ലേ, വേഗം ഉറങ്ങിക്കേ. അമ്മയ്ക്ക് അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട്. ഉറങ്ങട കള്ള. ആരീരം രാരീരം രാരോ, ആരീരം രാരീരം രാരോ. മോളെ പൗളിൻ, നീ വന്ന് ഇവനെ അങ്ങ് എടുത്തോ. ഇവൻ ഇന്ന് ഉറങ്ങിയിട്ട് എനിക്കൊരു കാര്യവും നടക്കുകയില്ല. അതെങ്ങനാന്ന് പറ. തൊഴിച്ചു മെതിച്ചു മതിക്കയല്ലേ തൊട്ടിയിൽ കിടന്നു കുസൃതി, തൊഴിച്ചു മെതിച്ചു മതിക്കയല്ലേ തൊട്ടിയിൽ കിടന്നു കുസൃതി. എന്തൊരു കുസൃതരമാ കയ്യിലിരിക്കുന്നത്. ഇപ്പോഴേ ഇങ്ങനാണെങ്കിൽ ഇച്ചിരി കഴിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? ഓ എന്റെ പെണ്ണേ, നീ ഇങ്ങനെ വിഷമിക്കാതെ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ അവനൊരു വൈദികനാകുമെന്ന്. നീ കണ്ടോ ഈ കുസൃതിത്തരമൊക്കെ മാറി അവൻ മിടുക്കനാക്കുന്നത്. ആ അമ്മൂമ്മയുടെ വാക്കുകളെ സത്യമാക്കിയ ആ വികൃതി അവൻ തന്നെ. ബെൽജിയം എന്ന രാജ്യത്തിലെ ട്രമുല എന്ന കൊച്ചു പട്ടണത്തിൽ ജനിച്ച് പിന്നീട് ലോകപ്രശസ്തനായി മാറിയ വൈദികൻ ഫാദർ ഡാമിയൻ. ശോഭയേഴും നോരാനനം ചുറുചുറുക്കുള്ളൊരു
പ്രകൃതം, ആരെയും കൂസാത്ത ഭാവം, ലക്ഷണമൊത്തൊരു പുരുഷൻ. ഫ്രാൻസിസ് ദേ വെസ്റ്റർ, അന്ന കാതറിൻ ദമ്പതികളുടെ 8 മക്കളിൽ ഒരുവനായി ഡാമിയൻ ജനിച്ചു. ജെഫ് എന്ന ഓമന പേരിൽ അറിയപ്പെട്ടു. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം പട്ടണത്തിലെ വിദ്യാലയത്തിൽ ചേർന്ന് പഠനം ആരംഭിച്ചു. ആ കാലത്ത് ഒരു റിഡംട്രിസ്റ്റ് വൈദികൻ നടത്തിയ ധ്യാനപ്രസംഗം കേൾക്കാനിടയായി. കൗമാരത്തിലെത്തിയ ജെഫ് തന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. വൈദിക പഠനം നടത്തുന്ന സഹോദരൻ പാംഫിലെ കുറിച്ചും മഠത്തിൽ ചേർന്ന് പഠിക്കുന്ന സഹോദരി പൗളിനെ കുറിച്ചും ഓർത്തു. അവൻ ഒരു ഉറച്ച തീരുമാനമെടുത്തു. ദൈവത്തിൻ ദാസനായി തീരുവാൻ കാരുണ്യവാൻ എന്നെ വിളിച്ചിടുന്നു. നന്മ വിളയിക്കും നല്ലൊരു വൈദികൻ എന്നതു മാത്രമാണ് എന്റെ ലക്ഷ്യം. പക്ഷേ ഈ കാര്യം വീട്ടിലെങ്ങനെ അറിയിക്കും? കത്തിലൂടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും വിവരമറിയിക്കുവാൻ മനസ്സിന്റെ കരുത്തവനെ നിർബന്ധിച്ചു. അങ്ങനെ സഹോദരൻ പാംഫിലയുടെ നിർദ്ദേശപ്രകാരം മാതാവിന്റെയും ഈശോയുടെയും തിരുഹൃദയങ്ങളുടെ നാമത്തിലുള്ള സന്യാസാശ്രമത്തിലെത്തി. യുവത്വത്തിലേക്ക് പ്രവേശിക്കുന്ന ഡാമിയന്റെ തീവ്രമായ ആഗ്രഹവും ഭക്തി തീക്ഷ്ണതയും അന്ന് മുതൽ തന്നെ ഒരു വൈദിക വിദ്യാർത്ഥിയായി മാറുവാൻ അവനെ സഹായിച്ചു. സന്യാസാശ്രമത്തിൽ ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കെ വേദനാജനകമായ ഒരു വാർത്ത അവനെ തേടിയെത്തി. കഴിയില്ലൊരിക്കലും വൈദികനാകുവാൻ, ലത്തീൻ ഭാഷയിൽ ജ്ഞാനമില്ലെന്നാകിൽ, ദൈവമേ എന്നാശ സഫലമാകില്ലയോ, നിന്ദിതമേവം നിറവേറിടട്ടെ. ദൈവത്തിന്റെ പദ്ധതിക്ക് വിധേയനായി ഒരു ബ്രദറായി ജീവിക്കുവാൻ ഡാമിയൻ തീരുമാനിച്ചു. അങ്ങനെ 1859 ജനുവരി 2-ാം തീയതി ബ്രദർ ഡാമിയൻ സഭാവസ്ത്രം സ്വീകരിച്ചു. ലത്തീൻ ഭാഷ പഠിച്ച് ഒരു വൈദികനാകുവാനുള്ള ശ്രമം ആരംഭിച്ചു. മൗനം, ധ്യാനം, പ്രാർത്ഥന എന്നീ 3 കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ തന്നെ ശുശ്രൂഷിക്കുന്നവരിൽ ദൈവം പ്രസാദിക്കുമെന്ന ഉറച്ച തീരുമാനത്തോടെ അവൻ മുന്നോട്ട് നീങ്ങി. അങ്ങനെ ഇരിക്കെ നാട്ടിലുടനീളം പടർന്നു പിടിച്ചു പനി, നാട്ടാരിൽ ഭീതി വളർന്നു വന്നു. നാട്ടിലുടനീളം പടർന്നു പിടിച്ച ടൈഫോയിഡ് എല്ലാവരെയും വിഷമിപ്പിച്ചു. ഹാവായ് ദ്വീപിൽ പ്രേക്ഷിത പ്രവർത്തനത്തിന് പോകാൻ ഒരുങ്ങിയ പാംഫിലയ്ക്കും പനി ബാധിച്ചു. പക്ഷേ പാംഫിലയുടെ പനി ഡാമിയൻ ഒരു അനുഗ്രഹമായി മാറി. എങ്ങനെയെന്നോ, ഹാവായ് ദ്വീപിൽ പോകാനുള്ളവരുടെ കൂട്ടത്തിൽ നിന്നും പാംഫില പുറത്തായി. ആ തക്കം നോക്കി സുപ്പീരിയർക്ക് അപേക്ഷ സമർപ്പിച്ച് ഡാമിയൻ അതിനുള്ള അനുവാദം നേടിയെടുത്തു. അതിന് സുപ്പീരിയർക്ക് പ്രത്യേക കാരണങ്ങളും ഉണ്ടായിരുന്നു. തീക്ഷ്ണമതിയാണ് സോദരൻ, ദൈവസ്നേഹത്താൽ ജ്വലിച്ചെരിയുന്നു. സേവനം മുഖമുദ്രയാക്കിയോ, അധ്വാനത്താൽ വിജയം വരിച്ചിടും. ഹാവായിലേക്ക് പോകുന്നതിന് മുൻപ് വീട്ടിലൊന്ന് പോകണം, മാതാപിതാക്കന്മാരെ കാണണം. ആഗ്രഹപ്രകാരം അവൻ വീട്ടിലെത്തി. മാതാപിതാക്കന്മാരെ കണ്ട് സഹോദരങ്ങളോട് യാത്ര പറഞ്ഞ് പോകാൻ ഇറങ്ങി. അമ്മ മകനെ മാതാവിന് സമർപ്പിച്ചു. അമ്മേ മാതാവേ കാത്തുകൊള്ളേണമേ, എൻ പുത്രനെ കനിഞ്ഞിടണേ. എന്നെന്നും നാഥനായി വേല ചെയ്തിടുവാൻ ആയുരാരോഗ്യം പകർന്നിടണേ. 132 ദ്വീപുകൾ അടങ്ങുന്ന ഒരു ദ്വീപ സമൂഹം, അതായിരുന്നു ഹവായ്. ഹവായിലെത്തിയ ഡാമിയൻ
പഠനം പൂർത്തിയാക്കി വൈദിക പട്ടം സ്വീകരിച്ചു. തുടർന്ന് പൂണോ എന്ന ജില്ലയിലേക്ക് പ്രേക്ഷിത വേലയ്ക്കായി തിരിച്ചു. വിശ്വാസ ചൈതന്യമോ ഭക്തി തീക്ഷ്ണതയോ ഇല്ലാത്ത കുറെ ആളുകളുടെ ഇടയിൽ ഒറ്റപ്പെട്ടു പോയ ഒരു അനുഭവമായിരുന്നു ഡാമിയന്. കുന്നും മലകളും കയറിയിറങ്ങി താഴ്വാരവും കടന്ന് യേശുവിനെ അവൻ കാട്ടിക്കൊടുത്തു, ആത്മീയ ശക്തി അവർക്കേകി. അങ്ങനെയിരിക്കെ ഫാദർ ക്ലെമന്റിന്റെ ശാരീരിക അസ്വസ്ഥത മൂലം ഡാമിയന് മൊഹാല ജില്ലയിലേക്ക് മാറേണ്ടി വന്നു. ജില്ലയുടെ പല ഭാഗങ്ങളിലും ദേവാലയങ്ങൾ ഉയർന്നു. അന്ധവിശ്വാസങ്ങളും മന്ത്രവാദങ്ങളും നാട്ടിൽ നിന്നകന്നു. മതാധ്യാപകരെ ഒരുക്കിയെടുത്ത് കുട്ടികളെ വേദപാഠം പഠിപ്പിച്ചു. അങ്ങനെ കർമ്മമണ്ഡലത്തിൽ തിളങ്ങി നിൽക്കുന്ന ആ സമയത്താണ് ഹാവായിൽ ആകമാനം കുഷ്ഠം പടർന്നു പിടിച്ചത്. കുഷ്ഠം പാപത്തിന്റെയും ശാപത്തിന്റെയും ഫലം. ദുർഗന്ധം വമിക്കുന്ന വ്രണങ്ങൾ നിറഞ്ഞ ശരീരവുമായി കുഷ്ഠരോഗികൾ നടക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും അറപ്പും വെറുപ്പും തോന്നി. അന്നത്തെ രാജാവായിരുന്ന കമേഹമേഹ അഞ്ചാമൻ കുഷ്ഠരോഗികളെല്ലാവരും ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ പേരെഴുതിക്കണമെന്നും മൊളോക്കോയിലെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറി താമസിക്കണമെന്നും കൽപ്പന പുറപ്പെടുവിച്ചു. ഇടപ്പാടമില്ല, കടപ്പാടുമില്ല, വേലകളില്ല, കൂലിയില്ല, ഉല്ലാസമില്ല, ഉത്സാഹവുമില്ല, എങ്ങും നൈരാശ്യമോലും മോഹങ്ങൾ മാത്രം. അലസതയുടെ ആ ലോകത്ത് മദ്യപാനവും അസന്മാർഗിക പ്രവൃത്തികളുമായിരുന്നു അവരുടെ കൂട്ടുകാർ. അവരെ സഹായിക്കുവാൻ സർക്കാർ നടപടികളൊന്നും സ്വീകരിച്ചില്ല. ഒരാശ്വാസ വാക്ക് പറയുവാൻ പോലും ആരുമില്ലാത്ത അവസ്ഥ. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന അവർക്ക് സ്ഥിരമായ ഒരു വൈദികന്റെ സഹായം ആവശ്യമായി വന്നു. ദേവാലയ വെഞ്ചരിപ്പിനെത്തിയ ബിഷപ്പ് വൈദികരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷേ ആരാണ് അതിന് തയ്യാറാവുക? ആരെയാണ് പറഞ്ഞയക്കുക? നിറഞ്ഞ നിശബ്ദതയ്ക്കന്ത്യം കുറിച്ചിടാ നിരനായി ഡാമിയൻ മുന്നോട്ടു വന്നു. സമ്മതമൂളിക്കൊണ്ടാനന്ദവദനായി വെല്ലുവിളി അവനേറ്റെടുത്തു. ഒരു മഹാത്യാഗത്തിന്റെ സമ്മത നിമിഷം. ആരും ഒരക്ഷരം പോലും ഉരിയാടിയില്ല. കുഷ്ഠരോഗികൾക്കായി ഒരു വൈദികൻ ഉണ്ടായിരിക്കുന്നു. നിങ്ങൾക്ക് പിതാവാകുവാൻ ഞാൻ ഒരാളെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ശ്മശാന ഭൂമിയായ മൊളോക്കോയിലേക്ക് ഡാമിയനെ എത്തിച്ച ശേഷം ബിഷപ്പ് യാത്രയായി. ഡാമിയന് അവിടെ താമസിക്കുന്നതിന് യാതൊരുവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. പന്താനസ് എന്ന് പറയുന്ന വൃക്ഷത്തിന്റെ ചുവട്ടിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. കുഷ്ഠരോഗികളോടൊത്തുള്ള ആദ്യ നാളുകൾ ദുരിതപൂർണങ്ങളായിരുന്നു. രോഗം മൂലം ശരീരഭാഗങ്ങൾ പോലും നഷ്ടപ്പെട്ടവർ, രോഗികളുടെ നിലയ്ക്കാത്ത ചുമ, മാംസം ചീഞ്ഞഴിയുമ്പോഴുള്ള ദുർഗന്ധം. മരണാസന്നരെ ആശ്വസിപ്പിക്കുവാനും മരണത്തിനൊരുക്കുവാനും ഡാമിയൻ തയ്യാറായി. ശവപ്പെട്ടി ഉണ്ടാക്കി കുഴി കുത്തി ശവശരീരങ്ങൾ മറവു ചെയ്തു. ദ്രവിച്ചു പോകുന്ന ശരീരങ്ങൾക്കുള്ളിലെ ദ്രവിക്കാത്ത ആത്മാവിനെ കുറിച്ചുള്ള ചിന്ത സ്നേഹപൂർവ്വം അവരെ പരിചരിക്കുവാൻ അദ്ദേഹത്തെ സഹായിച്ചു. സ്നേഹമസൃണമായ പരിചരണത്തിലൂടെ അദ്ദേഹം അവരുടെ മാനസികമായ നില വീണ്ടെടുത്തു. ദൈവസ്നേഹത്തിൻ മരുന്നിനാൽ ആത്മാവിൻ വ്രണങ്ങൾ വെച്ചുകെട്ടി, പൂതാശകൾ സാരോപദേശങ്ങളും നൽകി വിശുദ്ധിയിലേക്ക് അവരെ നയിച്ചു. കാറ്റും വെളിച്ചവും കയറാത്ത കുടിലുകൾക്ക് പകരം ഡാമിയൻ ആശാരിയായും മേസ്തരിയായും മാറി നല്ല നല്ല വീടുകൾ നിരനിരയായി നിർമ്മിച്ചു. ഓരോ വീടിനോടും ചേർന്ന് പൂന്തോട്ടവും പച്ചക്കറിത്തോട്ടവും നിർമ്മിച്ചു. രോഗത്തെക്കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചിരിക്കാതെ ആവും വിധം ഉല്ലസിക്കുവാനും ജോലി ചെയ്യുവാനും അദ്ദേഹം അവരെ നിർദ്ദേശിച്ചു. കുതിരസവാരി ചെയ്യുവാനും സംഗീതം ആലപിക്കുവാനും അദ്ദേഹം അവരെ പഠിപ്പിച്ചു. അങ്ങനെ പാട്ടും ഉല്ലാസവുമായി മുൻപോട്ട് നീങ്ങിയപ്പോൾ അവരുടെ ശാരീരിക വ്യഥകൾ കുറഞ്ഞു.
ദിനന്തോ ദിനന്ദിനന്താരോ താര ദിനന്തോ ദിനന്ദിനന്താരോ തെയ്യം ദിനന്തോ ദിനന്ദിനന്താരോ താര ദിനന്തോ ദിനന്ദിനന്താരോ. ആർപ്പുവിളികളും ആഘോഷങ്ങളും അങ്ങനെ നീണ്ട 16 വർഷങ്ങൾ കഴിഞ്ഞു. വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യവും തീവ്രമായ പ്രാർത്ഥനയുമാണ് ഈ പ്രേക്ഷിത വേലയ്ക്ക് അദ്ദേഹത്തെ ഒരുക്കിയത്. വിശുദ്ധ കുർബാനയിലെ ഈശോയെ ആരാധിക്കുവാൻ നിത്യാരാധനയുടെ ഒരു സമൂഹത്തിന് അദ്ദേഹം രൂപം കൊടുത്തു. രോഗി ശുശ്രൂഷയ്ക്കായി വിശുദ്ധ ഔസേപിതാവിന്റെ നാമത്തിൽ ഒരു സമൂഹവും, രോഗി പരിചരണത്തിനായി മാതാവിന്റെ നാമത്തിൽ സ്ത്രീകളുടെ ഒരു സമൂഹത്തിനും അദ്ദേഹം രൂപം നൽകി. നിറഞ്ഞ മനസ്സോടെ ഡാമിയന് മുൻപിൽ കുഷ്ഠരോഗികൾ അണിനിരന്നപ്പോൾ മൊളോക്കോ മറ്റൊരു സ്വർഗമായി മാറി. ലോകത്തിന്റെ സുഖങ്ങൾ വെടിഞ്ഞ ആ വൈദികനെ ലോകം അറിഞ്ഞു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ നേരെ സഹായഹസ്തങ്ങൾ വന്നു. പക്ഷേ വൈകാതെ രോഗികളുടെ സന്തത സഹചാരിയും സഹവാസിയുമായ ഫാദർ ഡാമിയൻ ഒരു കുഷ്ഠരോഗിയായി മാറി. 1885 ജൂലൈ മാസത്തിലെ ആദ്യ ഞായറാഴ്ച വിശുദ്ധ കുർബാനയുള്ള മധ്യേ നമ്മൾ കുഷ്ഠരോഗികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത്. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് ആ വാർത്ത അവർ ഏറ്റുവാങ്ങിയത്. എല്ലാവർക്കും എല്ലാമായി മാറിയ വൈദികൻ കുഷ്ഠരോഗത്തിൻ അടിമയായി സേവനം ചെയ്തിടും അന്ത്യം വരെയും ഞാൻ രോഗികളോടൊത്തു സ്വർഗം പോകും. ഉറച്ച തീരുമാനമായിരുന്നു അത്. രോഗം പെട്ടെന്ന് ശരീരം മുഴുവനും വ്യാപിച്ചു. കൺപുരികങ്ങൾ കൊഴിഞ്ഞുപോയി. കൈകളിലും മുഖത്തും നീര് വന്ന് പഴുത്തു. ശരീരമാകെ വിരൂപമായി. തന്റെ ഓമനപുത്രൻ കുഷ്ഠരോഗിയായ വിവരം അമ്മയെ വേദനിപ്പിച്ചു. എന്റെ മാംസവും രക്തവുമായ പൊന്നോമനപുത്രൻ കുഷ്ഠരോഗിയായിരിക്കുന്നു. ആ അമ്മ പൊട്ടിക്കരഞ്ഞു. തന്നെ സഹായിക്കാൻ എത്തിയ ഫാദർ വെണ്ടലിനെയും ബ്രദർ ജോസഫ് ഡട്ടനെയും ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സിനെയും ഉത്തരവാദിത്വങ്ങളെല്ലാം ഏൽപ്പിച്ച് നിറ കണ്ണുകളോടെ ഋണം നിറഞ്ഞ കൈകൾ ഉയർത്തി അദ്ദേഹം എല്ലാവരെയും അനുഗ്രഹിച്ചു. 1889 ഏപ്രിൽ 15-ാം തീയതി ആ പുണ്യചരിതൻ ഈ ലോകത്തു നിന്നും യാത്രയായി. വൈദിക വസ്ത്രങ്ങൾ ധരിച്ച് ശാന്തനായി മഞ്ചത്തിൽ കിടക്കെ പെട്ടെന്നൊരു അത്ഭുതം സംഭവിച്ചു. രോഗലക്ഷണങ്ങളകന്നുപോയി പെൺമതൻ വലയം പ്രത്യക്ഷമായി. ഈ ലോകത്തിൽ വെച്ച് സഹിച്ച സഹനങ്ങൾക്ക് പകരമായി ദൈവം മഹത്വത്തിന്റെ കിരീടം അദ്ദേഹത്തിന് നൽകി. അവർ അദ്ദേഹത്തെ ആദ്യം താമസിച്ചിരുന്ന ആ പന്താനസ് മരത്തിന്റെ ചുവട്ടിൽ തന്നെ സംസ്കരിച്ചു. പ്രിയപ്പെട്ടവരെ, കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഡാമിയനെ പോലെ കാണപ്പെടുന്ന സഹോദരങ്ങളിൽ ദൈവത്തെ കണ്ട് അവർക്കാവുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. നന്ദി, നമസ്കാരം. സഹനത്തിനും ത്യാഗത്തിനും പകരം വയ്ക്കാനില്ലാത്ത ഫാദർ ഡാമിയന്റെ ജീവിതം നിങ്ങളേവരെയും വല്ലാതെ ഒളിച്ചു കാണും. എങ്കിൽ ഇനി നമുക്കൊരു നൃത്തരൂപം ആസ്വദിക്കാം. തങ്കിട കിടതക തരകിട കിടതക തത്തി തങ്കിട കിടതക തരകിട തങ്കിട കിടതക തരകിട തത്തി തങ്കിട കിടതക തരകിട താങ്കിടതക തരകിടതക താങ്കിടതക തരകിടതക തകതരകിടതക താങ്കിടതക തരകിടതക താങ്കിടതക തരകിടതക തകതരകിടതക താങ്കിടതക തരകിടതക താങ്കിടതക തരകിടതക തകതരകിടതക കരുണാമയനേ നേരി സുദനേ കനിയുക എന്നെ
കർത്താവേ ബത്ലഹേമിൽ പുൽക്കുടിൽ തന്നിൽ ദൈവപുത്രനായി അവതരിച്ചു കരുണാമയനേ മേരി സുതനേ കനിയുക എന്നെ നീ കർത്താവേ ബത്ലഹേമിൽ പുൽക്കുടിൽ തന്നിൽ ദൈവപുത്രനായി അവതരിച്ചു ധനം ധനത്തത്ത ജുണം ജുണത്തത്ത ധിമി ധിമിത്തത്ത രത്തിത്താം ജുണം ജുണത്തത്ത ധിമി ധിമിത്തത്ത ജുണം ജുണത്ത ധിമി രത്തിത്താം താം തത്താം തത്തക തത്തിത്താം ധിം തധിം തത്തക തത്തിത്താം താം തത്ത തത്തക ധിം തധിം തത്തക തും തത്തും തത്തക നം 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 തത്തക തത്തിത്ത തത്തിക്കിട്ട തും തത്തിക്കിട്ടത്തും 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 തന്നിങ്ങിട്ടത്തും തത്തിക്കിട്ടത്തും ദുഃഖിതർ ഞങ്ങൾ തൻ ദുഃഖങ്ങൾ തീർപ്പാനായി മർത്യനായി മണ്ണിൽ പിറന്നവനേ ദുഃഖിതർ ഞങ്ങൾ തൻ ദുഃഖങ്ങൾ തീർപ്പാനായി മർത്യനായി മണ്ണിൽ പിറന്നവനേ ആശ്രയം നീയേ അഭയം നീയേ ആശ്രയം നീയേ അഭയം നീയേ സ്വർഗസ്ഥനായ പിതാവേ സ്വർഗസ്ഥനായ പിതാവേ കരുണാമയനേ മേരി സുതനേ കനിയുക എന്നെ നീ കർത്താവേ ബത്ലഹേമിൽ പുൽക്കുടിൽ തന്നിൽ ദൈവപുത്രനായി അവതരിച്ചു ധനം ധനത്തത്ത ജുണം ജുണത്തത്ത ധിമി ധിമിത്തത്ത രത്തിത്താം ജുണം ജുണത്തത്ത ധിമി ധിമിത്തത്ത ജുണം ജുണത്ത ധിമി രത്തിത്താം താം തത്താം തത്തക തത്തിത്താം ധിം തധിം തത്തക തത്തിത്താം താം തത്ത തത്തക ധിം തധിം തത്തക തും തത്തും തത്തക നം 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 തത്തക തത്തിത്ത തത്തിക്കിട്ടത്തും 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 തന്നിങ്ങിട്ടത്തും തത്തിക്കിട്ടത്തും അന്തർക്കു കാഴ്ചയേകി മൂടന്തർക്കു നടയേകി മാനവർ തൻ വേദനയ്ക്കു സാന്ത്വനമേകി അന്ധർക്കു കാഴ്ചയേകി മൂടന്തർക്കു നടയേകി മാനവർ തൻ വേദനയ്ക്കു സാന്ത്വനമേകി മുൾമുടി ചൂടി കുരിശും താങ്ങി മുൾമുടി ചൂടി കുരിശും താങ്ങി പാരിനെ കാത്തരുളും യേശുനാഥ പാരിനെ കാത്തരുളും യേശുനാഥ കരുണാമയനേ മേരി സുതനേ കനിയുക എന്നെ നീ കർത്താവേ ബത്ലഹേമിൽ പുൽക്കുടിൽ തന്നിൽ ദൈവപുത്രനായി അവതരിച്ചു ധനം ധനത്തത്ത ജുണം ജുണത്തത്ത ധിമി ധിമിത്തത്ത രത്തിത്താം ജുണം ജുണത്തത്ത ധിമി ധിമിത്തത്ത ജുണം ജുണത്ത ധിമി രത്തിത്താം താം തത്താം തത്തക തത്തിത്താം ധിം തധിം തത്തക തത്തിത്താം താം തത്ത തത്തക ധിം തധിം തത്തക തും തത്തും തത്തക നം 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 തത്തക തത്തിത്ത തത്തിക്കിട്ടത്തും തത്തിക്കിട്ടത്തും
തത്തിക്കിട്ടത്തും തത്തിക്കിട്ടത്തും തന്നിങ്ങിട്ടത്തും തത്തിക്കിട്ടത്തും. നന്മ തൻ വിളക്കായി തിന്മയ്ക്കു ഇരുളായി ഭൂമിയിൽ പൊൻതാരമായി അവതരിച്ചു. നന്മ തൻ വിളക്കായി തിന്മയ്ക്കു ഇരുളായി ഭൂമിയിൽ പൊൻതാരമായി അവതരിച്ചു. സത്യവും നീയേ ധർമ്മവും നീയേ, സത്യവും നീയേ ധർമ്മവും നീയേ, സർവചരാചരത്തിൻ പൊരുളും നീയേ, സർവചരാചരത്തിൻ പൊരുളും നീയേ. കരുണാമയനേ മേരി സുതനേ കനിയുക എന്നെ നീ കർത്താവേ. ബത്ലഹേമിൽ പുൽക്കുടിൽ തന്നിൽ ദൈവപുത്രനായി അവതരിച്ചു. കരുണാമയനേ മേരി സുതനേ കനിയുക എന്നെ നീ കർത്താവേ. ബത്ലഹേമിൽ പുൽക്കുടിൽ തന്നിൽ ദൈവപുത്രനായി അവതരിച്ചു. കരുണാമയനായ യേശുദേവനോടുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഈ നൃത്തരൂപത്തോട് ചേർത്ത് വയ്ക്കാം. വീണ്ടും അടുത്ത ആഴ്ച കാണുവരേക്കും നന്ദി, നമസ്കാരം.